ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും റോസി ജി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് മത്തി തോരനുമായിട്ടാണ്. അതിന് ആവശ്യമായ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി, പുളി, ഒരു തേങ്ങയുടെ പീരയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മത്തി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായ ഉള്ളിയെല്ലാം അരിഞ്ഞും വെച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുളിയും കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്ത് ഈ മസാല എല്ലാം ഇതിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടു, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, പുളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾ, ഇതെല്ലാം നമുക്ക് ഇട്ട് കഴിഞ്ഞ് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇതിനെ നല്ലതുപോലെ ഞെരടി ശരിയാക്കണം. നല്ലതുപോലെ ഞെരടണം. അപ്പോൾ ഇതെല്ലാം ശരിയാക്കിയിരിക്കുന്നു. പിന്നെ കട്ട് ചെയ്ത് വെച്ച മത്തിയും ഇതിനകത്തിലോട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യണം. കൈ കൊണ്ടിട്ട് ഞെരടരുത്. മത്തി ഇട്ട് കഴിഞ്ഞ്, മീനിട്ട് കഴിഞ്ഞ് ഞെരടരുത്. അതെല്ലാം പൊടിഞ്ഞു പോകും. വെള്ളം കുറവാണ്. ശകലം കൂടെ വെള്ളം നമുക്ക് ഇതിനകത്തിൽ ചേർക്കണം. ശകലം കൂടെ വെള്ളം ചേർക്കണം. മേളിൽ കിടക്കരുത്, അത് വേവാൻ വേണ്ടി മാത്രം. അപ്പോൾ നമുക്ക് ഇതിനെ ഗ്യാസ് വെച്ച് വേവിച്ചെടുക്കാം. തിളച്ചു, കണ്ടോ, അടിയിൽ വെള്ളമുണ്ട്. അത് വറ്റുന്നിടം വരെ നമുക്കിതിനെ വേവിച്ചെടുക്കണം. ആവശ്യത്തിന് നമുക്ക് വെളിച്ചെണ്ണയും ഇതിനകത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമുക്ക് നോക്കാം ഇതിനകത്തിൽ വെള്ളമുണ്ടോ ഇല്ലയെന്ന്. പിന്നെയും വെള്ളമുണ്ട്. അത് വറ്റുന്നിടം വരെ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിരിക്കാം. ഏകദേശമൊക്കെ വെള്ളം വറ്റാറായി. ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം വറ്റിക്കഴിഞ്ഞു. നമുക്കൊരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയെടുത്തിരിക്കുന്നു. അപ്പോൾ നല്ല സ്വാദിഷ്ടമായ എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്വാദിഷ്ടമായ മത്തിത്തോരൻ ഇവിടെ റെഡിയായി. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. വീണ്ടും കാണും വരെ ബൈ.